നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്മു ദിലീപ്. ഞാൻ ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ENT കൺസൾട്ടൻ്റ് ആണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അഡിനോയിഡിനെ പറ്റിയാണ്. അഡിനോയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ പിൻഭാഗത്തായിട്ട് കാണുന്ന നോർമലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. നമ്മുടെ പ്രതിരോധ ശേഷിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നോർമലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. ഒരു 3 വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതിൽ വലിപ്പം വെച്ച് തുടങ്ങും. അതുപോലെ ഒരു 7 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് പതുക്കെ ചുരുങ്ങി തുടങ്ങുകയും ചെയ്യും. എന്നാൽ ചില കുട്ടികളിൽ ഇത് ക്രമാതീതമായിട്ട് വളരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഒരു 20 തൊട്ട് 30% കുട്ടികളിൽ ക്രമാതീതമായിട്ട് ഇത് വളരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് നല്ല മൂക്കടപ്പുണ്ടാവും, രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അതുപോലെ അവർക്ക് വായിൽ കൂടെ ശ്വാസം എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും, റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് കേൾവിക്കുറവും കാണിക്കാറുണ്ട്. പിന്നെ കുറേ നാൾ ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ കുട്ടികളുടെ മുഖത്തിൻ്റെ ഷേപ്പിന് തന്നെ വ്യത്യാസം വന്നു തുടങ്ങുന്നതായിട്ടും കാണാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ സൈനസ് ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ കുട്ടികളുടെ മുഖം ഇങ്ങനെ പതുക്കെ നീണ്ടു വരികയും ചെയ്യും. അതുപോലെ പല്ല് പതുക്കെ ഉന്തി വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കുട്ടികൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ENT ഡോക്ടറെ അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് കുട്ടിക്ക് അഡിനോയിഡ് ഗ്രന്ഥി വലുതായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും.